ഹായ് എൻ്റെ പ്രിയ സഹോദരന്മാരെ. അങ്ങനെ ലാസ്റ്റ് നമുക്ക് നമ്മുടെ 2020 ചിഹ്നമായ ഓട്ടോറിക്ഷ, സാധുക്കളുടെ വാഹനമായ ഓട്ടോറിക്ഷ എന്നാണ് എല്ലാവരും പറയുക. അത് സാധുക്കളുടെ ഓട്ടോയല്ല. മുക്കിലും മൂലയിലും ആർക്ക് എന്ത് സംഭവിച്ചാലും അവരെ നെഞ്ചോട് ചേർത്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല തൊഴിലാളികളാണ് കേരളത്തിൽ തന്നെയല്ല ഇന്ത്യയിലുള്ള ഓട്ടോറിക്ഷക്കാർ. എത്ര പട്ടിണിയാണേലും അവർക്ക് അവരുടെ വണ്ടിയിൽ വെച്ച് കളഞ്ഞു കിട്ടുന്ന മുതൽ അതിൻ്റെ ഉടമയെ കണ്ട് കെട്ടി അല്ലെങ്കിൽ അതിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്ത് അവരുടെ കരങ്ങളിലെത്തിക്കുന്ന സത്യസന്ധരായ ഒരു ആൾക്കാരാണ് ഇന്ന് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അവരോടിക്കുന്ന വാഹനം തന്നെ 2020 ചിഹ്നമായി കിട്ടിയതിൽ എനിക്ക് ഏറ്റവും അധികം അഭിമാനമുണ്ട്. അങ്ങനെ ഒരു ചിഹ്നം കിട്ടണമേ എന്നായിരുന്നു എൻ്റെയും പ്രാർത്ഥന. അത് തന്നെ നമുക്ക് കിട്ടിയല്ലോ. പ്രിയ കേരള ജനമേ, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹമേ, നമ്മൾ ഇനിയും കടന്നു പോകാൻ പോകുന്ന ഈ 5 വർഷം എന്ന് പറയുന്നത് അതിഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടാണ് ഇനിയും നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം അത് മനുഷ്യനുണ്ടാക്കിയെടുക്കുന്നതാണ്. മനുഷ്യൻ്റെ അതികഠിനമാകുന്ന പാപം നിമിത്തം കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. അത് ഖുറാനിലും ബൈബിളിലും ഗീതയിലും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് മുമ്പോട്ടുള്ള താണ്ഡവം അതിഭയങ്കരമായിരിക്കും. അപ്പോൾ നമ്മളെ ചേർത്ത് നമ്മുടെ ആര് ഭരിക്കുന്നോ ഇന്ത്യ, അവരെ ജാതിമത ഭേദമില്ലാതെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ഭരണകൂടമാണ് ഇനി നമുക്ക് ഇന്ത്യയിൽ വരേണ്ടത്. അത് കോൺഗ്രസ് ആണേലും, അത് കമ്മ്യൂണിസ്റ്റ് ആണേലും, അത് BJP ആണേലും, അങ്ങനെ ഒരു ഭരണകൂടമാണ് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത്. ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തമ്മിച്ച് അവരെ വഴക്കുണ്ടാക്കി ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ഈ ഇന്ത്യയെ വെട്ടിമുറിക്കുന്ന ഒരു ഭരണമല്ല നമ്മളിനി മുന്നോട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വരുന്ന 5 വർഷം കാത്തിരിക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ വലിയ ഒരു സ്വപ്നമാണ്, ഒരു വികസനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വളരെയധികം ആലോചിച്ചും ചിന്തിച്ചും വേണം വോട്ട് ചെയ്യാൻ. പ്രത്യേകിച്ചും കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടക്കണിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ ഇടതും വലതും ഭരിച്ച് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഏതാണ്ട് 1.25 ലക്ഷം രൂപയോളം ജനിച്ചു വീഴുന്ന കുഞ്ഞിന് പോലും കടത്തിൽ നിൽക്കുന്ന ഈ കേരളത്തെ രക്ഷിക്കാൻ പുതിയൊരു മുന്നണി ഈ കേരളത്തിലുണ്ടാകണം. അതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് എറണാകുളത്തും ചാലക്കുടിയിലും 2020 2 സ്ഥാനാർത്ഥിമാരെ നിർത്തിയിരിക്കുന്നത്. അവിടെ തുടങ്ങാം കേരളത്തിൻ്റെ മാറ്റം. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വളരെയധികം ചിന്തിച്ചും ആലോചിച്ചും വേണം ഈ വേക്കത്ത് വോട്ടിനെ ബൂത്തിൽ പോകാൻ. നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ അസാധുവാക്കരുത്. കുഞ്ഞുങ്ങൾക്ക് ഒരു രീതിയിലും ഇപ്പോഴത്തെ നിയമത്തോടോ നിയമവ്യവസ്ഥയോടോ ഇപ്പോൾ ഭരിക്കുന്നവരോടോ യാതൊരുവിധ താല്പര്യവുമില്ല. അവരാരും, നല്ല ശതമാനം ആൾക്കാരും എനിക്കറിയാവുന്നവർ ഞാൻ ചോദിക്കുമ്പോൾ അവർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ അമ്മാനമാടുന്ന ഒരു വിഭാഗം കുഞ്ഞുങ്ങൾ അവരുടെ കയ്യിലുണ്ട്. കുരങ്ങനെയും കൊണ്ട് ചൂട് ചോറ് എടുപ്പിക്കുന്ന എന്ന് പറയുന്നത് പോലെ കുറേ കുഞ്ഞുങ്ങളെ ഇട്ട് ഇവർ അമ്മാനമാടുന്നുണ്ട്. അതുങ്ങളാണ് ഇന്ന് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലാതെ ഉള്ള ഒരു കുഞ്ഞുങ്ങളും ഇന്ന് വോട്ട് ചെയ്യാൻ തയ്യാറല്ല. ഈ 2 മണ്ഡലത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ
വോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു വിടണം. കേരളത്തിൻ്റെ പുതിയൊരു സൂര്യോദയമായിരിക്കണം നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്നത്. നമുക്കിടതിനോടോ വലതിനോടോ BJPയോടോ മറ്റ് ഇതരമാവുന്ന യാതൊരുവിധ സംഘടനയോടോ സഹോദരന്മാരോടോ യാതൊരുവിധ വിദ്വേഷമോ വെറുപ്പോ ഒന്നുമില്ല. അവരെല്ലാം നമ്മുടെ സഹോദരന്മാരാണ്. അതുകൊണ്ട് നല്ലൊരു ഭരണം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുവാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായ രീതിയിൽ നിങ്ങൾ നോക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ നല്ലൊരു ഭരണം ഉണ്ടാകത്തുള്ളൂ. വളരെയധികം ചിന്തിക്കുക. ഓട്ടോറിക്ഷയാണ് ഇനി നമ്മുടെ കേരളത്തിൽ മുക്കിലും മൂലയിലും തൊണ്ടിലും ഓടാൻ പോകുന്നത്. താമസിച്ച് ചിഹ്നം കിട്ടിയെങ്കിലും ഈ ഓട്ടോറിക്ഷ ഈ 2 മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓടി നമ്മുടെ പോസ്റ്ററുകൾ എത്തിക്കും. അതുപോലെ യുദ്ധസൈന്യവുമായിട്ടാണ് 2020 ജനങ്ങൾ കേരളത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങൾ ബൂത്തിൽ ചെല്ലുമ്പോൾ പാപം പിടിച്ച നമ്മുടെ ഓട്ടോ സഹോദരന്മാർ നമ്മുടെ ഓട്ടോറിക്ഷ ചിഹ്നം മറക്കരുത്. നാടിന് നന്മ ചെയ്യുന്ന അവരുടെ മുഖം നിങ്ങൾ ഓർക്കണം. നാടിൻ്റെ വികസനം നിങ്ങൾ ഓർക്കണം. ഇന്ന് ഈ 2020 എന്ന് പറയുന്ന സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവൃത്തികൾ നിങ്ങൾ ഓർക്കണം. എല്ലാവർക്കും എൻ്റെ വിനയമായ അഭ്യർത്ഥന, നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യുമല്ലോ സഹോദരന്മാർ.